മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ മേഘനാഥനാണെങ്കിൽ കണ്ണനോട് മഹാലക്ഷ്മിയെക്കുറിച്ചും അനന്തുവിനെക്കുറിച്ചൊക്കെ വളരെ മോശമായി തന്നെ സംസാരിക്കുന്നുണ്ട്. ആ സമയത്തിന് കണ്ണന് അതൊന്നും ഇഷ്ടമാവുന്നില്ലെങ്കിലും ഇവരുടെ പ്ലാൻ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കണ്ണനാണെങ്കിൽ എതിർത്തൊന്നും പറയണമില്ല. പിന്നീട് മേഘം പറയുന്നുണ്ട്, അവളുടെ കയ്യിൽ സ്വത്തുക്കൾ തിരിച്ചു വാങ്ങാൻ നമുക്ക് നോക്കണം. അത് നടന്നില്ലെങ്കിൽ നമുക്ക് അവളെ അങ്ങോട്ട് ചുട്ട് കളയാടാ. അതൊക്കെ ഞാൻ ഏറ്റവും, നീ അതൊന്നും ഓർക്കണ്ട. എല്ലാ കേസും എന്നെ ഏൽപ്പിച്ചാൽ മതി, ഞാൻ വേണ്ടതുപോലെ കൈകാര്യം ചെയ്തോളാന്ന്. ഈ സമയത്ത് നമ്മളുടെ ദുർഗയാണെങ്കിൽ സ്വാതിക്ക് നല്ല ക്ലാസ്സൊക്കെ എടുത്ത് അവളെ ഒരു ഗ്ലാസ് ജ്യൂസുമായിട്ട് കണ്ണൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്ന സമയത്ത് ദുർഗ പറയുന്നുണ്ട്, ഈ ജ്യൂസ് നീ ഉണ്ടാക്കിയതാന്ന് പറയണം. നിനക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്നൊക്കെ എനിക്കറിയാം. എന്നാലും ഇനി നീ കുറച്ച് ദിവസം ഇവിടെ നിന്ന് എൻ്റെ കൂടെ പാചകമൊക്കെ കുറേശ്ശെ പഠിച്ചെടുക്കുക. എന്നിട്ട് നീ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അതുമാത്രമല്ല, ഇനി ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഞാൻ അവനോട് പറഞ്ഞോളാം, ഈ കറികളൊക്കെ നീ ഉണ്ടാക്കിയതാണ്. അങ്ങനെ അവനക്ക് നിന്നോട് കുറച്ച് താല്പര്യമൊക്കെ വരും. ആ സമയം ഈ സ്വാതി പറയുന്നുണ്ട്, അതിനപ്പച്ചി ഞാൻ കണ്ണേട്ടനെ വിവാഹം കഴിക്കാനൊന്നും ഇതുവരെ തീരുമാനിച്ചില്ല എന്ന് പറയുമ്പോൾ, അത് ശരിക്കും നീ വിവാഹം കഴിക്കുമൊന്നും വേണ്ട. ഇനിയിപ്പോൾ അവൻ്റെ കാലിനൊക്കെ ചലനശേഷി കിട്ടി തുടങ്ങി, അധികം വൈകാതെ ചിലപ്പോൾ അവൻ എഴുന്നേറ്റ് നടക്കുമായിരിക്കും. അങ്ങനെ അവൻ എഴുന്നേറ്റ് നടന്നാൽ നിനക്ക് അവന് വിവാഹം കഴിക്കാൻ ഇഷ്ടമാവും മോളെ. അതുമാത്രമല്ല, ഇനിയിപ്പോൾ അവൻ എഴുന്നേറ്റ് നടന്നില്ലെങ്കിൽ അവന് വിവാഹം കഴിച്ചതിന് ശേഷം അവൻ്റെ സ്വത്തുക്കളെല്ലാം നിൻ്റെ പേരിലേക്ക് മാറ്റിയിട്ട് നീ വേറൊരാളെ കണ്ടുപിടിച്ച് വിവാഹം കഴിച്ചോ, അതിനൊന്നും എനിക്ക് കുഴപ്പമില്ല. തൽക്കാലം നീ ഇപ്പോൾ ഈ ജ്യൂസുമായിട്ട് അവൻ്റെ റൂമിലേക്ക് ചെല്ലുന്ന. അങ്ങനെ നമ്മളുടെ സ്വാതിയാണെങ്കിൽ ജ്യൂസുമായിട്ട് കണ്ണൻ്റെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. സ്വാതി ജ്യൂസുമായിട്ട് ചെല്ലണം കാണുമ്പോൾ തന്നെ കണ്ണൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഒരാൾ അഭിനയം കഴിഞ്ഞു പോയി, അടുത്ത ആൾ വന്നിട്ടുണ്ടല്ലോ, ഇനി എത്ര പേരുടെ അഭിനയം കണ്ടാലാ ഞാൻ, ഇനി ഇവൾക്ക് എന്തായിരിക്കോ പറയാനുള്ളതെന്ന്. അങ്ങനെ കണ്ണൻ നോക്കുന്ന സമയത്ത്, കണ്ണേട്ടാ ഞാൻ കണ്ണേട്ടിന് ജ്യൂസുമായി വന്നതാന്ന് പറയണം. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, അതിന് നിനക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ അറിയുമെന്ന് വയ്ക്കുമ്പം, കണ്ണേട്ടാ എനിക്കിപ്പോൾ എല്ലാം ഉണ്ടാക്കാനറിയാം. ആ സമയം കണ്ണൻ ഈ സ്വാതിയുടെ മനസ്സറിയാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്, അതേതായാലും നന്നായി, നിന്നെ വിവാഹം കഴിക്കുന്നവൻ്റെ ഭാഗ്യം നല്ല ഭക്ഷണമൊക്കെ കഴിക്കാമല്ലോ. അത് കേട്ടതും സ്വാതിയാണെങ്കിൽ, അത് തന്നെയാണ് ഞാനും ഇപ്പോൾ കൊണ്ടുവന്ന് തന്നെ, കണ്ണേട്ടിന് എൻ്റെ ജ്യൂസ് ഇഷ്ടമായോ എന്ന് നോക്ക്. അങ്ങനെയാണെങ്കിൽ ഇനി എന്നും ഞാൻ കണ്ണേട്ടിന് ജ്യൂസ് ഉണ്ടാക്കി തരാൻ ഇവിടെ ഉണ്ടാവുന്നു. ആ സമയത്ത് കണ്ണൻ ചോദിക്കുന്നുണ്ട്, അതിന് നീ എനിക്ക് ജ്യൂസ് ഉണ്ടാക്കി തരാൻ ഇവിടെ ഉണ്ടാവണേ എങ്ങനെയാണ്, നീ നിൻ്റെ വീട്ടിലിട്ട് പോകില്ല എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല കണ്ണേട്ടാ, ഇനി ഞാൻ കുറച്ച് നാളത്തേക്ക് ഇവിടുന്ന് പോകുന്നില്ല, കണ്ണേട്ടൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ നിൽക്കാനാണ് തീരുമാനിച്ചേക്കണേന്ന്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, കുടുംബത്തോടു കൂടി എല്ലാവരും ഇറങ്ങിയേക്കുവാണല്ലോ അഭിനയിക്കാനായിട്ട്. ഞാനും മഹിയും വേറെ പിരിഞ്ഞു എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും സ്നേഹമായിട്ട് ഇങ്ങോട്ട് വന്നേക്കണേ. ഇനിയിപ്പോൾ എല്ലാവരുടെയും സ്നേഹവും ആസ്വദിച്ച് ഞാനിവിടെ ഇരിക്കാം. എന്തായാലും എല്ലാവരുടെയും അഭിനയം അങ്ങോട്ട് നടക്കട്ടെ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മിനെയാണ്. മഹാലക്ഷ്മിയാണെങ്കിൽ ഈ മോഹിനിനെ വിളിക്കുന്നുണ്ട്. മോഹിനിനെ വിളിക്കുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, മോളെ ഞാൻ മോളെ കാണാൻ വരാനിരുന്നതാണ്. അത് കേട്ടതും ഇവിടെ പ്രതാപേട്ടൻ്റെ അമ്മയും ഭയങ്കര പ്രശ്നമായിരുന്നു, എന്നോട് പോകാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. എന്നാലും എനിക്ക് മോളെ കാണാൻ ഒരാഗ്രഹമുണ്ട് മോളെ എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതിനെന്തിനാ അമ്മ വിഷമിക്കണേ, ഞാൻ അമ്മയെ കാണാനായിട്ട് അങ്ങോട്ട് വരാമെന്ന്. ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട്, അതൊന്നും ശരിയാവില്ല മോളെ കണ്ടാൽ ഇവരെന്തെങ്കിലുമൊക്കെ പറയുമെന്ന് പറയുമ്പോൾ, അവരവിടെ കിടന്ന് പറഞ്ഞോട്ടെ, അതിന് അമ്മയ്ക്ക് എന്താ, ഒരു പ്രശ്നമില്ല, ഞാനും എൻ്റെ കണ്ണേട്ടനും വേർപിരിഞ്ഞിട്ടില്ല എന്നുള്ളത് എനിക്കും അറിയാം, കണ്ണേട്ടനും അറിയാം, അമ്മയ്ക്കും അറിയാം. പിന്നെ നമ്മളുടെ ശത്രുക്കൾ മാത്രമാണ് ഞങ്ങൾ വേർപിരിഞ്ഞു എന്ന് വിചാരിച്ച് സന്തോഷിച്ച് നടക്കുന്നത്. അനന്തുവേട്ടനെയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് വരാം അമ്മേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപനെയാണ്. പ്രതാപനാണെങ്കിൽ ഈ മേഘൻ എന്താ ഇതുവരെ വരാത്തതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മേഘനാഥനെ കാത്തിരിക്കുകയാണ്. ആ സമയത്ത് മേഘനാഥൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് പ്രതാപൻ ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയായിടാ മേഘ കാര്യങ്ങൾ, കണ്ണൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുമ്പോൾ, കണ്ണനിപ്പോൾ ആകെ മനസ്സും അടുത്തൊരവസ്ഥയിലാണ് ഇരിക്കണേ. ഇനി അവളെ എങ്ങാനും അവൻ സഹതാപം തോന്നി തിരിച്ച് കമലേശ്വരത്തേക്ക് വിളിക്കൂടാന്ന് ചോദിക്കുമ്പോൾ, അതൊരിക്കലും ഇല്ല, ഞാനും അപ്പച്ചിയും ഉണ്ണിയും കരുണയും എല്ലാവരും മാറി മാറി അവളെക്കുറിച്ചുള്ള കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്ത് അവൻ്റെ മനസ്സിൽ വിഷം കുത്തി നിറയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവനിനി ഒരിക്കലും അവളെ തിരിച്ച് വിളിക്കില്ല. ആ കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ആ സമയത്ത് പ്രതാപം പറയുന്നുണ്ട്, എന്നാലും ഇപ്പോൾ സ്വത്തിൻ്റെ പാതി കൂടുതൽ അവളുടെ പേരിലല്ലേടാ, അപ്പോൾ പിന്നെ അതെങ്ങനെ തിരിച്ചു വാങ്ങുമെന്ന് വയ്ക്കുമ്പോൾ, അതിനൊക്കെ നമുക്ക് വഴിയുണ്ട് അങ്കിളെ, അതൊന്നും ഓർത്ത് അങ്കിൾ ടെൻഷൻ ആവണ്ട, ഞാനിന്നത് അവനോട് പറയുകയും ചെയ്തു. അപ്പോൾ അവനക്ക് അതെങ്ങനെ തിരിച്ചു വാങ്ങുമെന്ന് അറിയില്ല എന്നാണ് പറഞ്ഞത്.
ആ സമയത്ത് ഞാൻ പറഞ്ഞു അവളെ അങ്ങോട്ട് ചുട്ട് കളയാം, എന്നിട്ട് ആ സ്വത്തുക്കൾ തിരിച്ച് വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവനൊന്നും പറഞ്ഞില്ല ഇടാന്ന് വെച്ചപ്പം അവൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അവനിപ്പോൾ അവളെ തീർത്തും വേണ്ടാതായതുപോലെ എനിക്ക് തോന്നണേ. എന്തായാലും ഞങ്ങൾ വേറൊരു കാര്യം കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ പെങ്ങളില്ലേ സ്വാതി, അവളിപ്പോൾ കമലേശ്വരത്തുണ്ടെന്ന്. ആ സമയത്ത് പ്രതാപൻ ചോദിക്കുന്നുണ്ട് അതെന്താടാ സ്വാതി കമലേശ്വരത്ത് പോയി നിൽക്കണേന്ന് ചോദിക്കുമ്പം അത് വേറൊന്നും കൊണ്ടും അല്ല എങ്കിൽ ഇനിയിപ്പോൾ സ്വാതിയും കണ്ണനുമായിട്ടുള്ള വിവാഹം അങ്ങോട്ട് നടത്താമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചേക്കണം. അങ്ങനെയാകുമ്പോൾ പിന്നെ കമലേശ്വരത്തെ സ്വത്തുക്കളൊന്നും പുറത്തേക്ക് പോവില്ലല്ലോ, അത് നമ്മളുടെ കയ്യിൽ തന്നെ വന്നു ചേരുന്നു. ആ സമയത്ത് പ്രതാപം പറയുന്നുണ്ട് സ്വാതിയെ വിവാഹം കഴിച്ചെന്ന് കരുതി സ്വത്ത് നിങ്ങൾക്ക് കിട്ടണം എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും കുറച്ച് നാൾ കഴിയുമ്പം ഈ കണ്ണൻ മഹാലക്ഷ്മിക്ക് സ്വത്തുക്കൾ കൊടുത്തതുപോലെ സ്വാതിക്കും കൊടുക്കും. അങ്ങനെ സ്വത്തുക്കളെല്ലാം സ്വാതിയുടെ കയ്യിലായി കഴിഞ്ഞാൽ ആ കണ്ണനെ വേണ്ടെന്ന് വെച്ചിട്ട് സ്വാതി വന്ന് വേറൊരാളെ വിവാഹം കഴിക്കും. അപ്പോൾ സ്വത്തുക്കളെല്ലാം സ്വാതിയുടെ പേരിലായില്ലേ. സ്വാതിയുടെ പേരിൽ സ്വത്തുക്കൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ സ്വത്തുക്കളുടെ അവകാശികൾ ഞങ്ങളെല്ലാവരും അല്ലേന്ന്. ആ സമയത്ത് പ്രതാപൻ ചോദിക്കുന്നുണ്ട് അതിനാ കണ്ണൻ സമ്മതിക്കൂടാ സ്വാതിയെ വിവാഹം കഴിക്കാൻ, അല്ലെങ്കിൽ തന്നെ അവൻ അന്നേ മഹാലക്ഷ്മിയെ വിവാഹം കഴിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ എതിർത്തതായിരുന്നു. പിന്നീട് എല്ലാവരും നിർബന്ധിച്ചപ്പോൾ അവനങ്ങനെ വിവാഹത്തിന് സമ്മതിച്ചെന്നേ ഉള്ളൂ. ഇപ്പോൾ ആ വിവാഹ ജീവിതം തകർന്നതോടുകൂടി അവൻ്റെ മനസ്സും അടുത്തിട്ടുണ്ടാവും. ഇനിയിപ്പോൾ എന്തായാലും അവൻ വേറൊരു വിവാഹത്തിന് തുനിയുമെന്ന് എനിക്ക് തോന്നണില്ല. ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട് അവൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഇനി എൻ്റെ സഹോദരിയെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ. സ്വാതിയെ വിവാഹം കഴിച്ചാൽ അവനക്കൊരു കുടുംബജീവിതം ഉണ്ടാവും, ഇല്ലെങ്കിൽ പിന്നെ അവനക്ക് ഈ ജന്മം ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടാവില്ല. ഞങ്ങൾ വേറെ ഏതെങ്കിലും ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ അവനെ സമ്മതിക്കൂല. അങ്ങനെ ഒരു സ്വപ്നം അവനുണ്ടെങ്കിൽ തന്നെ ഞങ്ങളത് നടത്തി കൊടുക്കൂലെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മിയുടെ ഫോണിലേക്ക് മഞ്ജു കോൾ ചെയ്യുന്നുണ്ട്. മഞ്ജുവിൻ്റെ കോൾ കണ്ടതും മഞ്ജു അല്ല വിളിക്കണേന്നും പറഞ്ഞ് മഹാലക്ഷ്മി വേഗം തന്നെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് എന്താ മഞ്ജു എന്താ ഇപ്പോൾ വിളിച്ചതെന്ന് ചോദിക്കുമ്പം ഏടത്തി ഒരു വിശേഷമുണ്ട്, എന്താ മഞ്ജു നീ കാര്യം പറയാമെന്ന് പറയുമ്പം ഇന്ന് ഉണ്ണിയേട്ടൻ എന്നെ കാണാൻ വന്നിരുന്നു. ഏട്ടനും ഏടത്തിയും പിരിഞ്ഞു എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ്. അതുമാത്രമല്ല ഇനി കരുണേടത്തേക്ക് ജനിക്കണ കുഞ്ഞിനെ കണ്ണേട്ടന് കൊടുക്കണം എന്നൊക്കെയാണ് ഉണ്ണിയേട്ടൻ പറഞ്ഞ്. അതോടൊപ്പം വേറൊരു കാര്യവും പറഞ്ഞു, ഏടത്തേക്ക് കൊടുത്ത സ്വത്തുക്കളെല്ലാം ഏടത്തിയെ കൊന്നിട്ടാണെങ്കിലും തിരിച്ചു വാങ്ങുമെന്നും പറഞ്ഞു. അപ്പോൾ നീ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഇതിപ്പം എല്ലാവരും അഭിനയിക്കുകയാണല്ലോ, അപ്പോൾ പിന്നെ ഞാനായിട്ട് അഭിനയിക്കാതിരുന്ന അവർക്ക് സംശയം തോന്നൂലേ, അതുകൊണ്ട് ഞാനും ഒന്ന് അഭിനയിച്ചു കൊടുത്തു ഏടത്തി. അവരുടെ കൂടെ തന്നെ ഞാനുണ്ടെന്നുള്ളൊരു തോന്നലിപ്പോൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെന്ത് കാര്യം പ്ലാൻ ചെയ്യുമ്പോഴും എനിക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഏട്ടനും ഏടത്തിക്കും ഒരു ദോഷവും വരാതെ നോക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ എടുത്തിരുന്നു. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്തായാലും കണ്ണേട്ടനോടൊന്ന് സൂക്ഷിക്കാൻ പറയണോ എടുത്തി, ഞാനും പറയുന്നുണ്ട് ഇനി അവർ കണ്ണേട്ടനെ കൊല്ലാനും മടിക്കില്ല എന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് അതോർത്ത് നീ ടെൻഷനാവണ്ട മഞ്ജു, എന്തായാലും ഞാനും കണ്ണേട്ടനും വേർപിരിഞ്ഞതോടുകൂടി അവർക്ക് കണ്ണേട്ടനോടുള്ള സ്നേഹം കൂടിയിട്ടുണ്ട്. ഇനി തൽക്കാലം അവരാരും കണ്ണേട്ടനെ കൊല്ലാനൊന്നും നോക്കൂല, കണ്ണേട്ടനെ അവിടെ സുരക്ഷിതനായിരിക്കും. കാരണം ഞാനുള്ളപ്പോഴല്ലേ കണ്ണേട്ടനെ കൊന്നിട്ട് കണ്ണേട്ടൻ്റെ സ്വത്തുക്കൾ എടുക്കണമെന്ന് അവർ ആഗ്രഹിച്ചത്. ഇപ്പോൾ കണ്ണേട്ടനക്ക് കൂട്ടിന് ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇനി കണ്ണേട്ടൻ്റെ സ്വത്തുക്കളെല്ലാം അവർക്ക് അവകാശപ്പെട്ടതാണെന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ട് അവരൊന്നും ചെയ്യാൻ നിൽക്കില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപൻ്റെ അമ്മയും മോഹിനിയും കൂടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മഹാലക്ഷ്മിയുടെ കാർ അങ്ങോട്ട് വരുന്നുണ്ട്. മഹാലക്ഷ്മിയുടെ കാറ് കണ്ടതും മോള് വന്നൂല്ലോ എന്നും പറഞ്ഞ് മോഹിനി വേഗം ഇറങ്ങി വരുന്ന സമയത്ത് പ്രതാപൻ്റെ അമ്മ വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഏത് മോള് വന്നു എന്നും പറഞ്ഞാൽ നീ ഇറങ്ങി പോണേന്ന് ചോദിക്കുമ്പം എൻ്റെ ലക്ഷ്മി മോള് അല്ലാണ്ട് ആരാ, കാരണം മോൾ ഇപ്പോൾ കമലേശ്വരത്തേക്ക് പോയല്ലേ ഉള്ളൂ. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് അവൾ എന്തിനാടി ഇങ്ങോട്ട് വന്നത്, വഴിവിട്ട് ജീവിച്ച് ഒരു കുഞ്ഞിനെ സമ്പാദിച്ചവൾ ഈ വീടിൻ്റെ പടി ചവിട്ടാൻ ഞാൻ സമ്മതിക്കില്ല. ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട് എൻ്റെ മോളോട് ഈ വീടിൻ്റെ പടി ചവിട്ടാൻ പറ്റില്ല എന്ന് പറയാൻ അമ്മയ്ക്ക് എന്താ അധികാരം, ഇത് എൻ്റെയും കൂടി പേരിലുള്ള വീടാണ്, അതുകൊണ്ട് എൻ്റെ മോൾക്ക് എപ്പോൾ ഇവിടെ വരണമെന്ന് തോന്നുന്നോ അപ്പോൾ അവൾ ഇവിടെ വരുമെന്ന്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് ഇത്രയൊക്കെയായിട്ടും നിൻ്റെ അഹങ്കാരത്തിന് കുറവൊന്നുമില്ലല്ലേടി, ഇത്രയും നാൾ നീ നിൻ്റെ മരുമകൻ്റെ സമ്പാദ്യം കണ്ടല്ലേടി ഞങ്ങളെ എതിർത്തുകൊണ്ടിരുന്നത്, ഇനിയിപ്പോൾ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിൻ്റെ മരുമകൻ നിന്നെ തിരിഞ്ഞു നോക്കുക പോലുമില്ല, നിൻ്റെ മോളെയും തിരിഞ്ഞു നോക്കൂല, അതുകൊണ്ട് നീ സൂക്ഷിച്ച് സംസാരിച്ചോ, ഇല്ലെങ്കിൽ പ്രതാപൻ്റെ കൈകൊണ്ട് മരിക്കാനായിരിക്കും നിൻ്റെ യോഗമെന്ന്. അത് കേട്ടോണ്ടാണ് നമ്മളുടെ മഹാലക്ഷ്മി അങ്ങോട്ട് വരുന്നത്. മഹാലക്ഷ്മി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ അമ്മ എന്താ ഇവിടെ പ്രശ്നമെന്ന് ചോദിക്കുമ്പം അത് മോളിവിടെ വന്നെന്നും പറഞ്ഞ് കരുണയുടെ മുത്തശ്ശി എന്നെ വഴുക്ക് പറയണേന്ന് പറയുന്നു. ആ സമയത്ത് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് ഞാനിവിടെ പറഞ്ഞതിന് മുത്തശ്ശിക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പം നിനക്ക് എന്നാലും ഒരു നാണമില്ലല്ലോടി, ഒരുത്തനെ വിവാഹം കഴിച്ച് അവനെ ചതിച്ച് വേറൊരുത്തൻ്റെ കുഞ്ഞിനെയും വയറ്റിലിട്ടുകൊണ്ട് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കാൻ നാണവും മാനവും ഉള്ളവർക്ക് സാധിക്കും
അനുവദിക്കില്ല, നിനക്കതില്ലാത്തതുകൊണ്ടല്ലേടി നീ ഇങ്ങോട്ട് വന്നേക്കണേന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതെ എനിക്ക് നാണോ മാനമൊക്കെ ഇത്തിരി കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതും അതിന് മുത്തശ്ശിക്ക് ഒരു പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ എനിക്ക് പ്രശ്നമുണ്ടടി, എൻ്റെ കുടുംബത്തിലേക്ക് നീ കയറാനൊക്കില്ല. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതിന് ഇത് മുത്തശ്ശിയുടെ വീടല്ലല്ലോ, എൻ്റെ അമ്മയുടെ പേരിലുള്ള വീടല്ലേ, ഇവിടെ ആര് വരണ്ടാന്ന് തീരുമാനിക്കുന്നത് എൻ്റെ അമ്മ. അതുമാത്രമല്ല ഈ വീട് എനിക്കും കൂടി അവകാശപ്പെട്ടതാണ്, അതുകൊണ്ട് എനിക്ക് എപ്പോൾ ഇവിടെ വരണമെന്ന് തോന്നോ അപ്പോഴൊക്കെ ഞാനിവിടെ വരും, എന്നെ തടയാനൊന്നും ആരും നിൽക്കണ്ട. ഇനിയിപ്പോൾ അങ്ങനെ നിങ്ങളെന്നെ തടയാൻ നിന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ, നിങ്ങളുടെ മോൻ കാരണം കണ്ണേട്ടൻ്റെ അച്ഛൻ മരിച്ചതും കണ്ണേട്ടൻ വീൽ ചെയറിലായതും ആ ഒരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം കരുണേനെ ഉണ്ണിയുടെ അമ്മയും കൂടി ചേർന്ന് ആ നിമിഷം കമലേശ്വരത്തു നിന്ന് ഇറക്കി വിടും. ആ കാര്യത്തിലൊരു സംശയം വേണ്ട. സ്വന്തം അച്ഛനെയും സ്വന്തം ഭർത്താവിനെയും കൊന്നവൻ്റെ മോളെ ഒരിക്കലും അവിടെ താമസിക്കാൻ അവരെ അനുവദിക്കില്ല എന്ന്. അത് കേട്ടതും പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ ഇങ്ങനെ ആകെ ഷോക്കായി നിൽക്കുന്ന ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.